ടു സൈലം, ഇറ്റ്സ് മീ വിജയാർ. ഓക്കെ, നമ്മുടെ എക്സാം ഇങ്ങോട്ട് അടുത്തെത്താറായിട്ടുണ്ട്. നിങ്ങളുടെ എക്സാമിന് മാത്തമാറ്റിക്സിൽ ചോദിക്കുന്ന ഒരു ഇമ്പോർട്ടൻറ്റ് മോഡലാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ വീഡിയോ മുഴുവനായിട്ട് കാണുക. അതോടൊപ്പം തന്നെ നിങ്ങൾ ആദ്യം ലൈക്ക് ചെയ്തേ പെട്ടെന്ന്. അപ്പോൾ നമുക്ക് ഏതാണ് ആ ഇമ്പോർട്ടൻറ്റ് മോഡൽ എന്നല്ലേ ഇപ്പോൾ നിങ്ങളുടെയൊക്കെ ക്വസ്റ്റ്യന്. ആ ഒരു ക്വസ്റ്റ്യനിലോട്ട് പോയാലോ നമുക്ക്. ഇതാണ് ആ ക്വസ്റ്റ്യൻ. സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്, പെട്ടെന്ന് പഠിച്ചെടുക്കാം. ക്വസ്റ്റ്യൻ ഇതാണ്. 16ന്റെ ക്യൂബ് എന്ന് പറഞ്ഞാൽ 4096 ആണെങ്കിൽ തന്ന 3 ചോദ്യങ്ങൾ കാണാൻ അല്ലേ. എന്താണ് ഗിവൺ ദാറ്റ് 16 ക്യൂബ് ഇസ് ഈക്വൽ ടു 4096 ആണെങ്കിൽ തന്ന 3 ക്വസ്റ്റ്യൻസ് കാണാൻ. എൻ്റെ പൊന്നു മക്കളൊന്ന് മനസ്സിലാക്കി. എന്താ ആദ്യം ക്വസ്റ്റ്യൻ എന്താ? 16ന്റെ ക്യൂബ് എത്രയാന്ന് പറയുന്നുണ്ട് അല്ലേ. എത്രയാ 16ന്റെ ക്യൂബ്? 4096. നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം എന്താ അറിയോ? ഇവിടെ നോക്ക് സംഭവം. ഇവിടെ ഈ 1. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ഞാൻ ചെയ്യുന്നത് കേട്ടോ. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ സിമ്പിൾ. 1.6 അല്ലേ. 1.6 ആണെങ്കിൽ എൻ്റെ പൊന്നു മക്കൾ മനസ്സിലാക്കിക്കോ. ഇവിടെ ഈ പോയിന്റ് കണ്ടോ നിങ്ങൾ? ആ പോയിന്റ് ഇല്ലായിരുന്നുവെങ്കിൽ എന്തായേനെ ഒന്ന് ആലോചിച്ച് നോക്ക്. ആ പോയിന്റ് ഞാനൊന്ന് ഒഴിവാക്കുന്നുണ്ട്. 16ന്റെ ക്യൂബ് എന്ന് പറഞ്ഞാൽ ഇവിടെ ഉണ്ട്. എത്രയാണ്? 4096 ആണ്. പക്ഷെ പോയിന്റ് ഒഴിവാക്കിയാൽ നമുക്ക് കിട്ടുന്ന 16 അല്ലേ. പോയിന്റ് ഒഴിവാക്കുമ്പോഴാണ് നമുക്ക് എന്ത് കിട്ടുക? 16 കിട്ടുക. ആ 16ന്റെ ക്യൂബാണ് 4096. എൻ്റെ പൊന്നു മക്കളെ, പോയിന്റ് അങ്ങനെ വെറുതെ ഒഴിവാക്കാൻ പാടുണ്ടോ? ഇല്ല. പക്ഷെ പോയിന്റ് ഒഴിവാക്കിയിട്ട് കിട്ടുന്ന ഉത്തരത്തിൽ അവസാനം പോയിന്റ് ഇട്ടാൽ നമ്മൾക്ക് പോയിന്റ് ഒഴിവാക്കുന്നതിന് ഒരു പ്രശ്നമില്ല കേട്ടോ. അപ്പോൾ നിങ്ങൾ എന്താ ചെയ്യേണ്ടത് നോക്ക്. ഇവിടെ ഒരു സ്ഥാനം മുന്നെയാണ് പോയിന്റ് ഉള്ളത്. എവിടെ? ബേക്കിലല്ലേ, ലെഫ്റ്റിലോട്ട് ഒരു സ്ഥാനം മുന്നെയാണ് പോയിന്റ് ഉള്ളതെങ്കിൽ ശ്രദ്ധിച്ചു കേട്ടോ. ചോദ്യത്തിൽ ഉത്തരത്തിൽ നമ്മൾ എങ്ങനെ ഇടുന്ന നോക്ക്. ഒരു സ്ഥാനമാണെങ്കിൽ ആ ഒരു സ്ഥാനത്തിന് ഈ മുകളിലുള്ള പവർ കൊണ്ട് ജസ്റ്റ് ഒന്ന് മൾട്ടിപ്ലൈ ചെയ്യാന്ന് പറഞ്ഞാൽ ഒരു എളുപ്പവഴിയാണ് ഞാൻ പറഞ്ഞു തരുന്നത്. ഒരു സ്ഥാനമാണെങ്കിൽ ഒരു സ്ഥാനത്തിന് മുകളിലുള്ള 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തേ. അപ്പം എത്ര കിട്ടും? 1 × 3 പ്ലേസ് മാറ്റിയിട്ടായിരിക്കണം അല്ലേ. എങ്ങനെയാ 3 കിട്ടിയ മനസ്സിലായല്ലോ. 3 സ്ഥാനം മാറ്റിയിട്ടായിരിക്കണം ഇടേണ്ടത്. അപ്പം നമുക്കൊന്ന് ഇട്ട് നോക്കാം അല്ലേ. എവിടെ വരിക നോക്ക്. 1 2 3 എവിടെ വരും? 3 പ്ലേസ് ആയി. ദേ നമ്മുടെ ഉത്തരം ഇവിടെ. അപ്പം എത്രയുടെ ആൻസർ? 4.096 ആണ് നമ്മുടെ ഉത്തരം. സെറ്റ്. സിമ്പിൾ അല്ലേ മക്കളെ? അങ്ങനെയാണെങ്കിൽ അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോവാം. ഞാൻ അടുത്ത ക്വസ്റ്റ്യൻ ഇവിടെ ഒന്ന് എഴുതുന്നുണ്ട്. 0.16 എന്നാണ് അല്ലേ. ഇതാണ് ഈ ക്വസ്റ്റ്യൻ. ഇതാണ് ആ ക്വസ്റ്റ്യൻ. ആ ക്വസ്റ്റ്യൻ എന്താണ്, എങ്ങനെയാണ് ചെയ്യുക എന്നുള്ളത് എളുപ്പം മക്കളെ. ആദ്യം പോയിന്റ് ഒന്ന് ഒഴിവാക്ക് അല്ലേ. ആ പോയിന്റ് ഒഴിവാക്കി കഴിഞ്ഞാൽ പോയിന്റ് ഇപ്പുറത്തുള്ള 0 ഒഴിവാക്കിക്കളാം. 16ന്റെ ക്യൂബ് തന്നെയാണ് കിട്ടുക. അപ്പോൾ 16ന്റെ ക്യൂബ് ഓൾറെഡി നമ്മൾ പഠിച്ചിട്ടൊന്നുമില്ല പോലും തന്നിട്ടുണ്ട്. 4096. എൻ്റെ പൊന്നു മക്കളെ, 4096 ആണോ നമ്മുടെ ആൻസർ? അല്ല. ഇതിൻ്റെ ക്യൂബൊക്കെ അവിടെ തന്നിട്ടുണ്ട് എത്രയാണെന്നുള്ളത്. പക്ഷേ പോയിന്റ് ഒഴിവാക്കിയപ്പോൾ അത് കിട്ടിയേ. അപ്പോൾ പ്ലേസ് മാറ്റണം, സ്ഥാനം മാറ്റണം. എങ്ങനെ സ്ഥാനം മാറ്റുക? ഇവിടെ നോക്ക്. 1 2 പ്ലേസ് മാറിയിട്ടാണ് ലെഫ്റ്റിലോട്ട് പോയിന്റ് ഉള്ളത്. എത്രയാ? 2 പ്ലേസ് മാറി. 2 സ്ഥാനം മാറിയിട്ടാണ്. അപ്പം 2 സ്ഥാനത്തിന് ഇവിടെ പവർ കൊണ്ട് ജസ്റ്റ് ഒന്ന് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. പവർ എത്രയാ? പവർ 3. അപ്പം 2 × 3 അത്രയും പ്ലേസ് എത്രയാ? 6 പ്ലേസ്. എത്രയാ? 6 സ്ഥാനം മാറ്റിയിട്ട് പോയിന്റ് ഇടണം. എവിടേക്ക്? ഇടത്തോട്ടേക്ക്. അപ്പം ഇടത്തോട്ടേക്ക് നമുക്ക് പോയിന്റ് ഇട്ടോക്കാം അല്ലേ. ഇടത്തോട്ടേക്ക് പോയിന്റ് ഇടാൻ പോകണേ. 6 എണ്ണം മാറ്റണേ. 1 2 3 4. 6 എണ്ണം അല്ലെങ്കിൽ 6 എണ്ണം ആക്കിക്കോ. 5ാമത്തെ സ്ഥാനമായി, 6ാമത്തെ സ്ഥാനമായി. ദേ ഇവിടെ പോയിന്റ് ഇട്ടതിന് ശേഷം ഒരു 0 കൂടെ ഇട്ടോ, ഒരു കുഴപ്പമില്ല. ദേ നമ്മുടെ ഉത്തരം ഒരേ പൊളി. ആൻസർ 0.004096. അപ്പോൾ സിമ്പിളാണ് മക്കളെ. അപ്പോൾ ഈ ഒരു ചോദ്യത്തിൻ്റെ ഉത്തരം എങ്ങനെയാണ് കാണാമെന്ന് നിങ്ങൾക്കറിയാലോ. ഇതാണ് ഇതിൻ്റെ ഉത്തരമായിട്ട് വരുന്നത്. നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോവാം. അടുത്ത ക്വസ്റ്റ്യൻ എന്താണ്? 0.016 അല്ലേ. അത് സിമ്പിളാണ്. 0.016 നിങ്ങൾ എങ്ങനെയാണ് ചെയ്യുക? നിങ്ങൾ എങ്ങനെ ചെയ്യുക? ആദ്യം ആ പോയിന്റ് ഈ പോർഷനിലുള്ള സാധനങ്ങളൊക്കെ ഒഴിവാക്കാം. ആ സാധനങ്ങളൊക്കെ ഒഴിവാക്കി ഇവിടെ 16ന്റെ ക്യൂബ് നമുക്ക് ഓൾറെഡി നേരത്തെ പറഞ്ഞ് നമ്മൾ പഠിച്ച് അല്ലെങ്കിൽ തന്നിട്ടുണ്ട്. 16 ഈ സാധനത്തിലൊക്കെ ഒഴിവാക്കിയാൽ മതി. അപ്പം എത്ര കിട്ടുക? 16 ഉണ്ട് അതിൻ്റെ ക്യൂബ്. 16ന്റെ ക്യൂബ് എത്രയാടോ? 4096.
96. പക്ഷെ ആൻസർ അതല്ല, അതാണെന്ന് വിചാരിച്ച് ഉത്തരം എഴുതി കഴിഞ്ഞാൽ എൻ്റെ പൊന്നു മക്കൾക്ക് മാർക്ക് അങ്ങോട്ട് പോകും. ആൻസർ കാണണമെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം? പ്ലേസ് മാറ്റണം. ഇവിടെ എത്ര സ്ഥാനം കഴിഞ്ഞിട്ടാണ് മുന്നേ പോയിന്റ് ഉള്ളത് നോക്ക്. ഇവിടെയാണ് പോയിന്റ് ഉള്ളത്, അഥവാ 3 സ്ഥാനം മുന്നേ പോയിന്റ് ഉള്ളത്. അപ്പം 3 പ്ലേസ് 3 സ്ഥാനമാണെങ്കിൽ ആ 3-ായതിന് ഈ മുകളിലുള്ള പവർ കൃതി കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. മൾട്ടിപ്ലൈ അല്ല, ജസ്റ്റ് നമുക്കൊരു എളുപ്പത്തിന് വേണ്ടി ചെയ്യുന്നതാണ് കേട്ടോ പ്ലേസ് കാണാൻ. അപ്പം 3 പ്ലേസ് ഇൻറ്റു 3 × 3 ദാറ്റ് ഈസ് 9 പ്ലേസ്. ടോട്ടൽ എത്ര സ്ഥാനം മാറ്റണം? 9 സ്ഥാനം മാറ്റണം. 9 ഇല്ലെങ്കിൽ 0 ഇട്ട് 9 ആക്കിയാൽ കേട്ടോ. 1 2 3 4 4 4 5 6 7 8 9. ഈ 9 പ്ലേസിന് ശേഷം 0.2. ഇനി നിങ്ങൾ എന്ത് ചെയ്താൽ മതി? ഒരു 0 കൂടെ ഇട്ടാൽ മതി. ദേ നമ്മുടെ ഉത്തരം സെറ്റ്. ഏത് ആൻസർ? ഇത്രയും വലിയൊരു ഉത്തരവാണ്. എളുപ്പമല്ലേ ചെയ്യാൻ? അങ്ങനെയാണെങ്കിൽ അടുത്തൊരു ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് സ്വന്തമായിട്ട് ചെയ്യാൻ തന്നാലോ? ഉറപ്പായിട്ടും നിങ്ങൾ ചെയ്യും അല്ലേ? അങ്ങനെയാണെങ്കിൽ ഈ ഒരു ക്വസ്റ്റ്യൻ ചോദ്യം ഞാനൊന്ന് വായിച്ചുതരാം. 9 ക്യൂബ് എന്ന് പറഞ്ഞാൽ 729 ആണെങ്കിൽ 0.9 ക്യൂബ് എത്രയാണെന്ന് ഇവിടെ എഴുതാം. ഇവിടെയല്ല, കമൻറ്റ് ബോക്സിൽ എഴുതിയിട്ടിടുക. അതുപോലെ തന്നെ 0.009 ക്യൂബ് എത്രയാണെന്നും ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ഉറപ്പായിട്ടും നിങ്ങൾ നമ്മുടെ ഈ ഒരു കമൻറ്റ് ബോക്സിലിടുക. അതോടൊപ്പം തന്നെ ക്ലാസ്സുകൾ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ. പിന്നെ ഒരു കാര്യം കൂടെ പറയാനുണ്ട്. ക്ലാസ്സുകൾ ഇഷ്ടപ്പെട്ടാൽ നിങ്ങളുടെ എല്ലാ അഭിപ്രായങ്ങളും കമൻറ്റ് സെക്ഷനിൽ ഇടണം. മറക്കരുത്. അപ്പം മറ്റൊരു ക്ലാസ്സുമായിട്ട് മറ്റൊരു ദിവസം കാണുന്നവരേക്കും ഇറ്റ്സ് മീ VJR signing off. Thank you.